ക്രിസ്മസ് എക്സാം കഴിഞ്ഞു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്നും ചോദിക്കുന്നില്ല. ചില സബ്ജക്റ്റുകൾ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതേപോലെ ചില സബ്ജക്റ്റുകൾ നിങ്ങൾ വളരെ കൂളായിട്ട് എക്സാം എഴുതിയിട്ടുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇനി നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് പബ്ലിക് എക്സാമുകളെയാണ്. ഇനി നമ്മുടെ മുമ്പിൽ 2 മാസമാണ് കൃത്യമായിട്ടുള്ളത്. ഈ 2 മാസം നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3-ാമത്തെ മാസം മാർച്ചിൽ വരുന്ന പബ്ലിക് എക്സാം നല്ലതുപോലെ സ്കോർ ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. ആൻഡ് നിങ്ങളൊരു സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ കുറച്ചൊന്ന് മറച്ച് നോക്കിയിട്ടുണ്ടാവും, നോട്ട്ബുക്ക് ഒന്ന് ഇങ്ങനെ വെറുതെ ഒന്ന് നോക്കിയിട്ടുണ്ടാവും, ടെക്സ്റ്റിൽ കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ഇതല്ല പ്രോപ്പർ മെത്തേഡ് എന്ന് പറയുന്നത്. നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എത്ര തവണ അത് റിവൈസ് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ആ ഒരു സബ്ജക്റ്റിലുള്ള മാർക്ക് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ റിവിഷൻ നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാം അറിയാം, അത് നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. പക്ഷേ അത് റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് കിട്ടില്ല. ഷുവർ, ഉറപ്പാണ്. മാത്സൊക്കെ പ്രത്യേകിച്ച് മാത്സിലൊക്കെ ഒരുപാട് കുട്ടികൾ പറയുന്ന പ്രശ്നം അറിയാം, പക്ഷേ എക്സാമിൽ നമ്മൾ പേപ്പറിൽ ആൻസർ എഴുതി പകുതി എത്തുന്ന സമയത്ത് ഉത്തരം തെറ്റിപ്പോകും. ആൻഡ് അതിനാണ് റിവിഷൻ എന്ന് പറയുന്ന ഒരു സംഭവം. റിവിഷൻ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ആൻഡ് ഈ റിവിഷൻ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു കിടിലൻ സാധനവുമായിട്ടാണ് ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. സിലബസ് ട്രാക്കർ ബൈ എജ്യൂപോഡ്. അതായത് എജ്യൂപോഡ് നിങ്ങൾക്ക് ഒരു സിലബസ് ട്രാക്കർ പ്രൊവൈഡ് ചെയ്തു തരും. ആൻഡ് ഈ പ്രൊവൈഡ് ചെയ്ത് തരുന്ന സിലബസ് ട്രാക്കറിൻ്റെ പ്രത്യേകത പറഞ്ഞുതരാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇത് +2 സയൻസിൻ്റെതാണ്. ഇവിടെ നിങ്ങൾക്ക് +1 സയൻസും കാണാം. ഞാൻ എക്സാമ്പിളായിട്ട് +1 ഒരു ചാപ്റ്റർ എടുക്കുകയാണ്. +1 മാത്സിലെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് മാത്സിലെ ഞാൻ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തു, 8ാമത്തെ ചാപ്റ്റർ. ഓക്കെ, അതേപോലെ +2 ഏതെങ്കിലും ഒരു ചാപ്റ്റർ സെലക്ട് ചെയ്തു. ഇവിടെ നിങ്ങൾക്കൊരു 5 സ്റ്റാർ കാണാം. ഈ 5 സ്റ്റാറിൽ മാസ്റ്ററി ലെവൽ എന്നായിരിക്കും അവിടെ എഴുതിയിട്ടുണ്ടാവുക. നിങ്ങൾ ആ ഒരു ചാപ്റ്ററിൽ എത്രത്തോളം മാസ്റ്റർ ആണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ സ്റ്റാറുകൾ ഫിൽ ചെയ്യാം. നിങ്ങൾക്ക് സീക്വൻസ് ആൻഡ് സീരീസ് അത്യാവശ്യം നല്ല ഈസി ചാപ്റ്റർ, അങ്ങനെയാണ് നിങ്ങൾ 5 സ്റ്റാർ കൊടുത്തു. കുറച്ചൊരു മീഡിയം ആണെങ്കിൽ നിങ്ങളൊരു 3 സ്റ്റാർ കൊടുത്തു. നിങ്ങളെ മാസ്റ്ററി ലെവലിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർ ചെയ്യാം. ആൻഡ് അതൊന്നും അല്ല കേട്ടോ ഇതിൻ്റെ പ്രധാന പ്രത്യേകത. നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് നമ്പർ ഓഫ് റിവിഷൻസ് എന്ന് പറഞ്ഞൊരു കോളം കാണാം. നമ്മളിവിടെ 6 ഇങ്ങനെ ബ്ലാങ്ക് ഇട്ടിട്ടുണ്ട്. അതായത് നിങ്ങൾ പബ്ലിക് എക്സാം ആകുന്ന സമയത്തേക്ക് ഈ ഒരു ചാപ്റ്റർ 6 തവണയെങ്കിലും റിവൈസ് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് എങ്ങനെ ചോദിച്ചാലും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് നിങ്ങൾ അടുത്ത് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ ആദ്യത്തെ റിവിഷനിൽ ഒരു 15 എണ്ണം ചെയ്തു, 15+. പിന്നെ അടുത്ത റിവിഷനിൽ ഞാനൊരു 30 ക്വസ്റ്റ്യൻ ചെയ്തു, 30+. അങ്ങനെ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടായുള്ള ടോപ്പിക്സ് ഉണ്ടെന്ന് വിചാരിച്ചു. സീക്വൻസ് ആൻഡ് സീരീസിൽ സം ഓഫ് GP നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് ഇവിടെ സം ഓഫ് GP എന്നൊന്ന് വെറുതെ മാർക്ക് ചെയ്തേക്കാം. എന്ത് റിമാർക്സ് ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അതേപോലെ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റുകളുടെയും എല്ലാ ചാപ്റ്ററുകളും എത്ര തവണ റിവൈസ് ചെയ്തു എന്നിങ്ങനെ ടിക്കിട്ട് പോകാനുള്ള ഒരു സിലബസ് ട്രാക്കർ. ഇത് +1 അവൈലബിൾ ആണ്, +2 അവൈലബിൾ ആണ്. നിങ്ങളെ ഈ ഒരു സിലബസ് ട്രാക്കർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, അതായത് ഇത് PDF ആയിട്ടൊന്നല്ല കേട്ടോ, ഇതിൻ്റെ നിങ്ങളുടെ റൂമിലൊക്കെ ഒട്ടിച്ച് വെക്കാൻ പറ്റിയ വലിയ സൈസിലുള്ള ഒരു വലിയൊരു പേജ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, താഴെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ സിലബസ് ട്രാക്കർ വേണ്ട ആൾക്കാർ ആ ലിങ്ക് ഒന്ന് ഫില്ല് ചെയ്താൽ മതി. ആൻഡ് ഇത് കിട്ടിയിട്ട് മാത്രം കാര്യമില്ല, നല്ലതുപോലെ റിവൈസ് ചെയ്ത് പഠിച്ച് ഇത് യൂസ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് വരുന്ന പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്, ബൈ.